CBSE വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ പ്രതികരണം കാണാം. സമയക്കുറവിൻ്റെ പേരിലാണ് സുപ്രീം ഈ ഒരു രീതിയിലുള്ള ഒരു വിധിന്യായത്തിലേക്ക് പോയതെന്ന് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ലീഗൽ ഇഷ്യൂസ് എക്സാമിൻ ചെയ്യാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്, നോക്കാം. പക്ഷേ സർക്കാരിന് പോളിസി തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഇതൊരിക്കലും ഒരു തടസ്സമല്ല. കാരണം ഈ വർഷത്തെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഈ വിഷയങ്ങൾ ഇവിടെ അവസാനിച്ചു. പിന്നെ അടുത്ത വർഷത്തെ കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ തന്നെ കോടതിയിൽ പറയുകയും ചെയ്തിരുന്നു. എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിൽ കോമ്പറ്റീഷനിൽ അവർ ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, കുട്ടികൾ ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തമാണ്. കഴിഞ്ഞ 14 വർഷമായിട്ടുള്ള പ്രശ്നം ഇത്രയും വർഷമായിട്ട് സർക്കാർ അഡ്രസ്സ് ചെയ്യാണ്ടിരുന്നിട്ട് ലാസ്റ്റ് മിനിറ്റിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ തുലാസിലാക്കുന്ന ഒരു നടപടി സ്വീകരിച്ചത് തീർച്ചയായും തെറ്റായിട്ടുള്ള ഒരു നടപടിയാണെന്നുള്ളതാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം. നിങ്ങൾ ഇനി നിയമ പോരാട്ടത്തിൽ നിങ്ങൾ ഭാഗമാക്കണോ? അല്ലല്ലോ അല്ലേ? ഇനിയിപ്പം നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇനി ഇവർക്ക് നമുക്ക് തുടരണമെങ്കിൽ തുടരാം, CBSE വിദ്യാർത്ഥികൾക്ക് തുടരണമെങ്കിൽ തുടരാം. പക്ഷേ ഇതിൽ പ്രത്യേകിച്ച് ഔട്ട്കം ഉണ്ടാകണമെന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യം ഇല്ല. കാരണം അടുത്ത വർഷത്തെ പോളിസി തീരുമാനം എന്താണെന്ന് സർക്കാരിനെ ആശ്രയിച്ചിരിക്കും. പുതിയ സർക്കാർ 2025 വരികയാണെങ്കിൽ ആ സർക്കാരിൻ്റെ തീരുമാനം ഇതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്ന് പിന്നീട് പറയാൻ സാധിക്കും. കേസ് നീളുന്ന സാഹചര്യത്തിൽ ഈ പ്രവേശനം അടക്കം പ്രതിസന്ധിയിലാവില്ല. ഇനി നീളില്ല. ഇനി പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതി, അതായത് സാധാരണഗതിയിൽ സുപ്രീം കോടതി ഇൻട്രീം ഓർഡർ റിജക്റ്റ് ചെയ്തു എന്ന് പ്രത്യേകിച്ച് എങ്ങും പറയാറില്ല. ഈ കേസിൽ ഇന്നത് പറഞ്ഞു, ഇൻട്രീം ഓർഡേഴ്സ് ആപ്ലിക്കേഷൻസ് എല്ലാം റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഈ കേസിൽ പ്രവേശന നടപടികൾക്ക് യാതൊരു രീതിയിലുള്ള നിയമ തടസ്സവും ഇല്ല എന്ന് തന്നെയാണ്. അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലിന് സാധ്യതയില്ല. ഇനിയില്ല. ഇനി ഈ വർഷത്തെ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലും കോടതി ഇടപെടുകയില്ല എന്ന് വ്യക്തമാക്കി. അത് ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. അത് ഞാനും പറഞ്ഞിരുന്നതാണ്. ഇന്ന് വീണ്ടും അത് വ്യക്തമാക്കി. ഇൻട്രീം ഓർഡർ റിജക്റ്റ് ചെയ്തെന്ന് ഓർഡറും വന്നു. അപ്പോൾ അതിന് യാതൊരു അംബിക്യൂറ്റി ഇല്ല. ഓപ്ഷൻസ് കൊടുക്കാൻ കുട്ടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇന്ന് 16-ാം തീയതിയാണ്. അപ്പോൾ തുടങ്ങി സർക്കാർ വേണ്ട നടപടികൾ വേഗം പൂർത്തിയാക്കണം എന്നാണ് നിങ്ങളും കോടതി. അതെ, നമ്മളും അതാണ് കോടതി എത്രയും വേഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി വീഴ്ച ഉണ്ടാവാതെ അവർ ശ്രദ്ധിക്കുക. കാരണം അംബിക്വിറ്റിയാണ് എല്ലാത്തിനും പ്രശ്നം. അപ്പോൾ അതുണ്ടാവാതിരിക്കുക. ഇടപെടില്ലെന്ന് കോടതി വ്യക്തമാക്കി അല്ലേ? മുന്നോട്ട് പോവാം, സർക്കാരിന് മുന്നോട്ട് പോവാം, കുട്ടികൾക്കെല്ലാം ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ അതിന് യാതൊരു രീതിയിലുള്ള നിയമ തടസ്സങ്ങൾ ഇന്നത്തെ അവസ്ഥയിലില്ല. ശരി, തൗഫീഖ് ഒരിക്കൽ കൂടി ചേരുന്നു. തൗഫീഖ്, ഇപ്പം നേരത്തെ സംസാരിക്കുമ്പോൾ അഡ്വക്കേറ്റ് സുൽഫിക്കർ പറഞ്ഞല്ലോ, അതായത് കോടതി എടുത്തിട്ടുള്ള തീരുമാനത്തെ അവർ ഉൾക്കൊള്ളുകയാണ്. ഇനി അവരതിനകത്ത് കാണുന്ന സാധ്യത എന്താണ്? നിഷാദ്, ഈ പ്രവേശന നടപടികളുമായി സംസ്ഥാന സർക്കാരിനെ അല്ലെങ്കിൽ ഇത് പ്രവേശന നടപടിയുമായി മുന്നോട്ട് പോകാമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് ആ പ്രതീക്ഷയ്ക്ക് വലിയ വകയൊന്നും നിലവിലില്ല. ഇനിയിപ്പോൾ അടുത്ത വർഷം ഏതെങ്കിലും തരത്തിലുള്ള പരിഷ്കരണം സംസ്ഥാന സർക്കാർ നടത്താമെന്ന് സർക്കാർ ഇപ്പോൾ കോടതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 18-നുള്ളിൽ ഇതിന്റെ പ്രവേശന നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിലവിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായാൽ ആ പ്രവേശന നടപടികളെ പൂർണ്ണമായും ബാധിക്കും. അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ ബാധിക്കും. അതുകൊണ്ടൊരു ഇടപെടൽ സംസ്ഥാന കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഇന്ന് ഉണ്ടായില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി വന്നത് സർക്കാർ ഇതിൽ അപ്പീൽ നൽകിയില്ല എന്നുള്ള തന്നെയായിരുന്നു. ഇന്നലെയും കോടതി സർക്കാരിനോട് ചോദിച്ചതാണ്, നിങ്ങൾക്കിതിൽ അപ്പീൽ നൽകുന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കോടതി കടക്കുമെന്ന് കോടതി ഇന്നലെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ കോടതിയിൽ അറിയിച്ചത് തങ്ങൾ അപ്പീൽ നൽകുന്നില്ല എന്നുള്ളതായിരുന്നു. ഇതിനെ തുടർന്നാണ് കോടതി ഹർജികൾ തള്ളുന്നു എന്ന് കോടതിയിൽ അറിയിച്ചത്. തുടർന്ന് നിലവിലത്തെ റാങ്ക് പട്ടിക പ്രകാരം പ്രവേശന നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന് കൂടി കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം 4 ആഴ്ചയ്ക്ക് ശേഷം കോടതി ഇത് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതിനിപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ, അടുത്ത വർഷത്തേക്ക് എങ്ങനെയാണ് ഇതിന്റെ പ്രവേശന നടപടികൾ ഉൾപ്പെടെയുള്ള റാങ്ക് പട്ടിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വാദമായിരിക്കും കോടതിയിൽ നടക്കുകയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോടതി സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആ നോട്ടീസിൽ സംസ്ഥാന സർക്കാർ ഇനിയിപ്പോൾ വിശദമായിട്ടുള്ള സത്യവാങ്മൂലം സമർപ്പിക്കും. ഇന്നലെ ഈ കേസ് പരിഗണിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ നോട്ടീസ് നൽകാൻ തയ്യാറായിരുന്നില്ല. പകരം അപ്പീൽ നൽകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു സംസ്ഥാന സർക്കാർ കോടതിയോട് കോടതി സംസ്ഥാന സർക്കാരിനോട് ചോദിച്ച് അതിൻ്റെ ഒരു മറുപടി ഇന്ന് നൽകുകയായിരുന്നു. ആ മറുപടിക്ക് വേണ്ടിയായിരുന്നു കേസ് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തത്. എന്തായാലും CBSE വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെട്ടതുപോലെ ഇതിപ്പോൾ കോടതി റദ്ദാക്കുന്നില്ല. പകരം പുതുക്കിയ റാങ്ക് പട്ടിക പ്രകാരം ഇനിയിപ്പോൾ പ്രവേശന നടപടികളുമായി മുന്നോട്ട് പോകാം. കേരള സിലബസ് വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ റാങ്ക് പട്ടിക റദ്ദാക്കണമെന്നായിരുന്നു. എന്നാൽ അതിലേക്ക് കോടതി കടക്കുകയും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും പുതിയ റാങ്ക് പട്ടിക പ്രകാരമുള്ള പ്രവേശന നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും.